യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സഭാപ്രസംഗകൻ്റെ പുസ്തകം 9-ാം അധ്യായം 12-ാം തിരുവചനം. തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. മത്സ്യം വലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യമക്കളെ കുടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നേരിട്ടുവോ അതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് നേരിട്ടതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വലിയ കാര്യങ്ങൾ നടന്നുവോ അതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് നടന്നതല്ല. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളുടെ ഭാഗമായി നടന്ന കാര്യങ്ങളാണ്. എല്ലാം യാദൃച്ഛികമായി സംഭവിച്ച കാര്യങ്ങളാണ്. എന്താണോ ഇന്ന് നടക്കേണ്ടതെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. എന്നാൽ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോടൊപ്പമാണെങ്കിൽ, എൻ്റെ ദൈവമേ, നിൻ്റെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, അടുത്ത നിമിഷം സംഭവിക്കുന്ന കാര്യം നിനക്ക് അറിയാം, നിൻ്റെ സംരക്ഷണയിലാണ് ഞാനെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തോടൊപ്പം നടന്നാൽ അനർത്ഥമായി ഒന്നും നിനക്ക് സംഭവിക്കുകയില്ല. ആ ദൈവം നിന്നെ പരിപാലിച്ചുകൊള്ളും. ഒരു ശത്രുവിനും നിന്നെ തൊടാൻ സാധിക്കുകയില്ല. നമുക്കുള്ളതിനെ ഓർത്ത് അഹങ്കരിക്കുന്നതിന് പകരം ദൈവത്തിന് നന്ദി പറയാം. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ലഭിച്ചതാണെന്നുള്ള ചിന്തയോടുകൂടി ആ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യും. അപ്പോൾ സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും. എളിമയുള്ള ദൈവത്തോട് ചേർന്ന് നിന്ന് എളിമപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവാനുഗ്രഹം, ദൈവിക സമ്പത്ത് സമൃദ്ധമായി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവിക പരിപാലനയിൽ നിങ്ങളെ ദൈവം നടത്തട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗങ്ങളും ദുരിതങ്ങളും നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുമാറുവാൻ ദൈവത്തിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടി വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. ആ കർത്താവിൽ മാത്രമാണ് രക്ഷയെന്ന്
ഉറച്ചു വിശ്വസിക്കുന്നവന് ദൈവം എപ്പോഴും തുണയുണ്ടായിരിക്കും. ആ കർത്താവ് നിങ്ങളെ ശക്തമായി സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.